ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിപ്പോൾ ഉള്ളത് ഒമാനിലാണ് കേട്ടോ. ഒമാനിലെ എയർപോർട്ടിലാണുള്ളത്. 15-ാം തീയതി വൈകിട്ടൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാനിവിടെ എത്തിയതാണ്. വിസ ചേഞ്ചിന് വേണ്ടിയിട്ട് വന്നതാണ്, വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫുഡ് കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഉള്ള ഒരു വകുപ്പുകളും ഇവിടെ ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഈ 3-4 ദിവസം, 2-3 ദിവസം, ഇന്ന് 3-ാമത്തെ ദിവസമാണ്, 17-ാം തീയതിയായി ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മനുഷ്യൻ വന്നിട്ട് വല്ലതും കഴിച്ചോ കുടിച്ചോ എന്ന് ചോദിക്കുവാവട്ടെ, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഏർപ്പാട് ചെയ്ത് തരാവട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ വരുമ്പോൾ തന്നെ ഓൾറെഡി 3-4 ദിവസമായിട്ട് ഇവിടെ നിൽക്കുന്ന വേറെ ചേച്ചിമാരും ഒക്കെ ഉണ്ടായി. വേറെ നാട്ടുകാരും നേപ്പാളിലുള്ളവരും പിന്നെ ആഫ്രിക്കയിലുള്ളവരും ഒക്കെ ഉണ്ട് കേട്ടോ. ഒരു 2-3 ദിവസമായിട്ടൊക്കെ ഇവിടെ നിൽക്കുന്നവരാണ്. ഞാനും സെയിം ഫ്ലൈറ്റിൽ വന്ന 3-4 പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും വിസ പ്രോബ്ലമാണ്. വിസ കിട്ടിയിട്ടില്ല, നമ്മൾ വിചാരിച്ച ടൈമിൽ കിട്ടിയില്ല. അതുകൊണ്ട് പേരിൽ ഇവിടെ സ്റ്റേ ചെയ്യുന്നവരാണ്, വെയിറ്റിംഗ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഇവിടെ അടുത്തൊരു ഫുഡ് കോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഡിപ്പാർച്ചറിലേ ഉള്ളൂ. ഡിപ്പാർച്ചറിൽ പോകണമെന്നുണ്ടെങ്കിൽ വിസ കിട്ടിയാലേ നമുക്ക് അങ്ങോട്ടത്തേക്കുള്ള എൻട്രി ഉള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെയും ചെറുതായിട്ടെങ്കിലും മനുഷ്യപ്പറ്റി കാണിക്കുകയോ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ്സാണ്. ഈ ഒരു സംഭവം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അത് ബാധിക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിപ്പോൾ മലയാളത്തിലായതുകൊണ്ട് ആരും കാണാനും കേൾക്കാനും പോകുന്നില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്. അവരാണ് ഇടയ്ക്കെങ്കിലും വന്നിട്ട് കണ്ണും കയ്യൊക്കെ കാണിച്ചിട്ട് വല്ലതും കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ കൊണ്ട് പറ്റുന്നത് പോലെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്ന് അതും അവരുടെ സൂപ്പർവൈസർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്, വഴക്കുറയുമെന്നാണ് പറയുന്നത് അവർ. എന്നിരുന്നാൽ പോലും മനുഷ്യരല്ലേ, എത്ര ദിവസമൊന്നും പറഞ്ഞിങ്ങനെ തിന്നാതെയും കുടിക്കാതെയും കിടക്കുന്നത് എന്നും പറഞ്ഞിട്ട് അവർക്കൊരു കരുണ തോന്നിയിട്ട് അവർ വാങ്ങിക്കൊണ്ടുവന്ന് തരുവാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഇത്. ഡെവലപ്ഡ് കൺട്രിയാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ബാക്കിയുള്ള സിസ്റ്റംസും ഡെവലപ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനൊരു പോരായ്മ ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പിന്നെ തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ പൊന്നടവ് ജാതി തണുപ്പ്, ഇരുന്നിട്ട് കിടുകിടാ വിറയ്ക്കുന്നു, ഒരു രക്ഷയില്ല. പിന്നെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വാഷ്റൂമിൻ്റെ ഫ്രണ്ടിലൊരു ഞെക്കുമ്പം വെള്ളമോട്ട് വെള്ളം പൊങ്ങി വരുന്നൊരു തുണിയുണ്ട്. അതിൽ നിന്നാണ് വെള്ളം കുടിച്ചത്. അതാണെങ്കിൽ ഒരുമാതിരത്തെ ഒരു വൃത്തികെട്ട ടേസ്റ്റും ഒരുമാതിരത്തെ സ്മെല്ലും കാര്യങ്ങളുമൊക്കെ. പിന്നെ വേറെ നിവർത്തിയില്ല, കയ്യിൽ പൈസയേ ഇല്ല. പിന്നെ ഇവിടെ ഇപ്പോൾ പൈസ ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിച്ച് വാങ്ങിക്കാൻ കൊണ്ട് ഇവിടെ എന്തെങ്കിലും വേണ്ടേ. അങ്ങനെയൊക്കെ ഇങ്ങനെ പെട്ടിരിക്കുവാണ്. പൈസ ഉണ്ടായിട്ട് വാങ്ങിക്കാൻ പറ്റാതിരിക്കുന്നല്ലേ ഞാനും, പൈസ ഇല്ലാതെ ഒന്നിനും നിവൃത്തിയില്ലാതിരിക്കുന്ന വേറെ കുറേ ആൾക്കാരും ഒക്കെ ആയിട്ടാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞ ഒരുമാതിരിയില്ല അഭയാർത്ഥി ക്യാമ്പിൻ്റെയൊക്കെ ഒരു ഫീലായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് അത്രയും അവസ്ഥ കൊള്ളാം. എന്തായാലും വൈഫൈ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അട്ടർ ഫ്ലോപ്പ് വൈഫൈ ആണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പുതിയ സിസ്റ്റമൊക്കെ ഉണ്ട്. നമ്മുടെ എന്താ പറയുന്നത്, മറ്റേ CDB എന്തുകൊണ്ട് ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അല്ലേ, CDB അതുപോലത്തെയൊക്കെ സെറ്റപ്പൊക്കെയാണ്. ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ പാസ്പോർട്ടിൻ്റെ മറ്റേ ഫോട്ടോ ഉള്ള സെക്ഷൻ ഉണ്ടല്ലോ, അതിങ്ങനെ ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ OTP ഒക്കെ വരും. അത് വെച്ച് വേണം കണക്ട് ചെയ്യാൻ. അത് 4 മണിക്കൂറത്തേക്കിനെ കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അതും ഇല്ല. പിന്നെ നല്ല അടിപൊളി ഒരു വെൻഡിങ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്തോ മുഞ്ചാനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നേണ്ട ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്: മാസ്ക്, ഡെറ്റോള്, പിന്നെ അത് ക്യോവിയുടെ ലിപ് ബാം, മോയ്സ്ചറൈസർ, പിന്നെ ഫുഡ് ക്രീം, പിന്നെ അതിൻ്റെ വളരെ അത്യാവശ്യമുള്ള 1-2 സാധനങ്ങൾ എന്ത് വെച്ചിട്ടുണ്ട്. ഡ്യൂറലക്സിൻ്റെ ഈ സാധനങ്ങൾ, പിന്നെ അതിൻ്റെ സാനിറ്റൈസർ, പിന്നെ എനിക്കറിയത്തില്ല എന്തുകൊണ്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അന്ന് തിന്നാനും കുടിക്കാനും ഉള്ള എന്തെങ്കിലും ഒരു സാധനം, അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു കുപ്പി വെള്ളം പോലും ഇവിടെ ഇല്ല. ഇജാതി അവസ്ഥയിലാണ് ഇവിടുത്തെ ഒരു ഇത് വെച്ചേക്കുന്നത്, എന്താ പറയുന്നത്, വെൻഡിങ് മെഷീൻ വെച്ചേക്കുന്നത്. കുറേ എണ്ണം വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് വരട്ടും. എവിടെ എന്ത് ചെയ്ത് വിസ വന്നില്ലേ, ഇത്ര നിലവിലിരിക്കുന്ന എത്ര ദിവസമായി എന്നും പറഞ്ഞ് വന്ന് ചോദിക്കുന്ന, അല്ലാതെ വല്ലതും നീയൊക്കെ തിന്നോ കുടിച്ചോ വല്ലതും വേണോ, ആരുമില്ല. ഒരു തെണ്ടികളും ഇല്ല തിരിഞ്ഞ് നോക്കാൻ. ഞങ്ങളുടെ അഭയാർത്ഥി ക്യാമ്പ് കണ്ടോ, എല്ലാ എണ്ണം മുക്കിലും മൂലയ്ക്ക് അങ്ങനെയുള്ള പോലെയൊക്കെ ഇങ്ങനെ കിടന്നുറങ്ങുകയാണ്. ഇതുപോലെ ഇവിടെ അപ്പുറത്തുകൊണ്ടിരിക്കുക. പിന്നെ ആകെ നല്ലതെന്ന് പറയാനുണ്ട് ഈ ഒരു സാധനം മാത്രമുണ്ട്, ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പ്. ബാക്കിയുള്ളിടത്തൊന്നും പോയാൽ ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ പിന്നെ ചാർജ് ചെയ്യാൻ നിന്നും കിടന്നും ഒക്കെ ചാർജ് ചെയ്യും. ഇതുപോലെ തന്നെ തൊട്ട് ബാക്കിലും ഉണ്ട്. ഈ ഒരു സാധനം മാത്രം എനിക്കിഷ്ടപ്പെട്ടു.